മലയ്ക്ക് പോയ കണ്ണേട്ടനെയും മാർക്കോയും സാഗറിനെയൊക്കെ കൊല്ലാൻ ആളെ വിട്ടത് മേഘന. അതിനുശേഷം മാർക്കോ അവനെ തെരഞ്ഞു നടക്കുകയായിരുന്നു. ഇന്നാണ് അവനെ മാർക്കോയ്ക്ക് സൗകര്യത്തിന് കിട്ടിയത്. അത് ശരിക്കും മാർക്കോ മുതലാക്കുകയും ചെയ്തു. കണ്ണേട്ടൻ കുടുംബത്തുള്ളതുകൊണ്ട് അവിടെയുള്ളവര് എങ്ങനെ ചിന്തിക്കുമെന്ന് കണ്ണേട്ടന് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അപകടം അറിയാനും സാധിക്കും. ഇന്ന് അപകടം ഒഴിഞ്ഞുപോയതും അങ്ങനെ തന്നെയാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലേക്കിച്ച് പറയണേ, ഞാൻ അങ്ങ് ഓടിയെത്തിക്കോളാം. ഇപ്പൊ അങ്ങനെയുള്ള ആവശ്യമൊന്നും വരില്ല മഞ്ജു. ഹോസ്പിറ്റലിലോട്ടോ മറ്റോ മഹിയെ പെട്ടെന്ന് കൊണ്ടുപോകണമെങ്കിൽ അവിടെ അനന്തോട്ടനുണ്ട്. ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛന്റെ പേരുകളെ പലതാ. പലരുടെയും പേരുകൾ ആ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അനന്തേട്ടന്റെയും മാർക്കോയുടെയും പിന്നെ എന്റെ ഭർത്താവിന്റെയും ഒക്കെ. അതില് കണ്ണേട്ടന് നല്ല വിഷമമുണ്ട്. പിന്നൊരു നാടകം കളിക്കാൻ നമ്മൾ തീരുമാനിച്ച സ്ഥിതിക്ക് അതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. എന്ത് കേട്ടാലും ശരി, കുഞ്ഞിനും അമ്മയ്ക്കും ആപത്തൊന്നും വരാൻ പാടില്ല. മഹിക്ക് സുഖപ്രസവം നടക്കണം, ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കണം. ആ കുഞ്ഞിന് വേണ്ടി മഹിയും കണ്ണേട്ടനും മാത്രമല്ല, ഞാനും അനന്തേട്ടനും കാത്തിരിക്കുക. ഈ സമയത്ത് അനന്തേട്ടനും ലേഖേച്ചിയും നാട്ടിലുള്ളത് നന്നായി. ഏട്ടത്തിക്ക് കണ്ണേട്ടന്റെ വീട്ടിലും സ്വന്തം വീട്ടിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. ആ നിലയ്ക്ക് ഇപ്പൊ ഏട്ടത്തിക്ക് നല്ല കെയർ കൊടുക്കാൻ ഒരാളടുത്തുണ്ടല്ലോ. വീടിനകത്തായാലും പുറത്തായാലും നിഴല് പോലെ മഹിയുടെ കൂടെ ഞാനുണ്ടാവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്ക് ഞാനിപ്പോ അധികാരവും പവറും തന്നിട്ടുണ്ട്. അതൊക്കെ നീ വേണ്ട രീതിയിൽ വിനിയോഗിച്ചോണം. ആ പിന്നെ ബാലേന്ദ്രൻ സാറിന്റെ സഹായം നിനക്ക് എപ്പോഴും ഉണ്ടാവും. ശരി എടുത്തി. ഒരു കാരണവശാലും ഉണ്ണിക്കും മേഘനും ഒന്നും കൺസ്ട്രക്ഷൻ കമ്പനിയില് ഇനി അധികാരം കൊടുക്കരുത്. ഉണ്ണി ഒരു പാവയെ പോലെ ആ ക്യാബിനിൽ ഇരുന്നാ മതി. അല്ലാതെ അവന്റെ ഒരു സേവനവും നമുക്ക് ആവശ്യമില്ല. ശരി എടുത്തി. സാഗറിനെ തോമസ് സാറിന് ഒരുപാട് ഇഷ്ടായി. അതുകൊണ്ടാ സാഗറിനോട് ഇങ്ങോട്ട് വരണമെന്ന് പറയാത്തത്. ഇപ്പൊ സാഗറിനെ പോലെ ഒരാളുടെ സേവനം കമ്പനിക്ക് ആവശ്യമുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട് സാഗരേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. മറ്റൊന്നും കൊണ്ടല്ലേ എടുത്തി, ഇവിടെ എന്റെ കാര്യം പോലും അത്രയ്ക്ക് സുരക്ഷിതമല്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എന്റെ ആങ്ങളയുടെ ക്യാബിൻ ഞാൻ കൈയടക്കിയതുകൊണ്ട് എന്നെ പോലും കൊല്ലാൻ അയാൾ മടിക്കില്ല. അയാൾക്ക് ബന്ധവും സ്വന്തവും ഒന്നുമില്ല. അയാളുടെ നേട്ടങ്ങളെപ്പറ്റി മാത്രമേ അയാൾ ചിന്തിക്കുന്നുള്ളൂ. സാരല്ല മഞ്ജു, അതിനൊക്കെയുള്ള വ്യക്തമായ മറുപടി അവനും അവനെ സ്നേഹിക്കുന്നവർക്കും കൊടുത്തിരിക്കും. മര്യാദയ്ക്ക് ജീവിച്ച അവനും കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പൊ അവൻ ഇരിക്കാൻ ഒരു ക്യാബിനെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ അതുപോലും കാണില്ല. പോവാനിലേക്കേ. ശരി മഞ്ജു. ശരി. അറിഞ്ഞായിരുന്നോ കാര്യങ്ങളൊക്കെ? ഇല്ല. മാർക്കോയും കണ്ണേട്ടനൊന്നും വിളിച്ചില്ലേ? ഇല്ല. ഒരുത്തൻ കയ്യും കാലും ഒടിഞ്ഞു കിടക്കുക. എന്റെ മൊറച്ചെറുക്കൻ, മുൻ ഭർത്താവ്. അവനും തോറ്റി. ലക്ഷ്മിയെടുത്തി കൊല്ലാൻ വേണ്ടി കെണി ഒരുക്കി. ആ കെണിയിൽ ഏട്ടത്തി വീണില്ല. പകരം ഏട്ടത്തി വീഴുന്നത് കാണാൻ എത്തിയ മേഘന്റെ കയ്യും കാലും തല്ലി ഒടിച്ചു മാർക്കോയും ലോപ്പസും കൂടി. രണ്ടെണ്ണത്തിനെ ഇന്ന് ഇവിടെ വിളിച്ച് നമുക്ക് പാർട്ടി കൊടുത്താലോ? വിളിച്ചോ? ഇപ്പൊ തന്നെ പുറത്തുപോയി നല്ല മട്ടനും കുറച്ച് മീനും ഒക്കെ മേടിച്ചോണ്ട് പോര്. രാത്രിയില് ഊണ് ഇവിടുന്നാണെന്നും പറഞ്ഞേര്. അല്ലെങ്കിലും അവരെ ഇവിടെ വിളിച്ച് ഒരു സദ്യ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ വിളിച്ചിട്ടും അവര് വന്നിട്ടില്ല. എന്റെ ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്റെ ഭർത്താവും മാർക്കോയും അനന്തവേട്ടനൊക്കെ ആണെന്ന് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് അവനാ. അത് മാത്രമല്ല, എത്ര തവണയാ അവൻ നിങ്ങളെല്ലാരും കൊല്ലാൻ നോക്കിയത്. അതിനവൻ കുറച്ചുനാൾ അനങ്ങാതെ കിടക്കട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, മിക്കവാറും അവന്റെ അവസാനം മാർക്കോയുടെ കൈകൊണ്ടായിരിക്കും.
ഇപ്പൊ എന്തായാലും മൊത്തത്തിലൊരു രസമുണ്ട് സാഗരേട്ടാ. നടക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ണേട്ടിന് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അപകടം നേരത്തെ തിരിച്ചറിയാം. പക്ഷേ അത് മേഘനും മറ്റുള്ളവരും മനസ്സിലാക്കി കഴിഞ്ഞ അവര് സൈലന്റ് ആയിട്ട് നിന്റെ കണ്ണേട്ടനെ എന്തെങ്കിലും ചെയ്തെന്നിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് കാരണക്കാരായവർക്കൊന്നും ജീവിതം ഉണ്ടാവില്ല. കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിച്ചിട്ട് മറ്റുള്ളവർക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലല്ലോ സാഗരേട്ടാ. കണ്ണേട്ടൻ ജീവനോടെ ഇരിക്കണം. ലക്ഷ്മിയടത്തേക്കും കുഞ്ഞിനും ഒപ്പം കണ്ണേട്ടൻ ഒരുപാട് വർഷങ്ങൾ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കണം. അതാ എന്റെ ആഗ്രഹം, പ്രാർത്ഥനയും. എന്തായാലും കെണി വെച്ചവൻ അത് ഓർത്തില്ല, അവൻ അതിനേക്കാളും വലിയ കെണി ഒരുക്കിയിട്ടുണ്ടെന്ന്. നേരെ പുലിമടയിൽ ചെന്ന് കയറി. മാർക്കോ അവനെ തളച്ചു പിടിക്കുകയും ചെയ്തു. എന്നാ പിന്നെ പെട്ടെന്ന് മാർക്കോയെ വിളിക്ക്, എന്നിട്ട് അവരോട് വരാൻ പറ. ഞാനേ വേഗം അടുക്കള കയറിയിട്ട് എല്ലാം ശരിയാക്കാം. അപ്പോഴേക്ക് സാഗരേട്ട സാധനങ്ങൾ മേടിച്ചോണ്ട് പോര്. അവനെ ഒന്ന് വിളിച്ചേക്കാം. ഇതെന്താ ഇപ്പോ? ആ ഹലോ കണ്ണ. ആ എന്താടാ, അവള് വീണോ? വീണു. അവളല്ല, ഞാൻ. അയ്യോ, എന്തു പറ്റി? നീ ഒന്നും അറിഞ്ഞില്ലല്ലോ? ഇല്ല. എടാ, അവനെ കൊല്ലാതെ രക്ഷയില്ലടാ ആ മാർഗോയെ. അവൻ നിഴല് പോലെ അവളുടെ പിന്നാലെ നടക്കുക. അവൻ മാത്രമല്ല, അവന്റെ കൂട്ടുകാരനും. എടാ, മാർക്കോയുടെ കാര്യമാണ് നീ പറയുന്നേ? അതെ എടാ, അവൻ എന്നെ തല്ലി ചതച്ചു കളഞ്ഞടാ. ഇപ്പോ അച്ഛന്റെ വീൽ ചെയറാ എന്റെ സഹായം. അച്ഛൻ ചെറുതായിട്ട് പിടിച്ച് നടക്കുന്നുണ്ട്, ആ വീൽ ചെയർ എനിക്ക് ഗുണമായി. അയ്യോ, അത്രയ്ക്ക് തല്ലിയോ നിന്നെ അവൻ? തല്ലിയുടെ കണ്ണാ, തല്ലി. എന്റെ കാലും കയ്യും ഒക്കെ അവൻ തല്ലി ഓടിച്ചു. ഓ, ഇനി എല്ലാം ഒന്ന് നേരെ അവൻ കുറച്ച് ദിവസം പിടിക്കും. കൊന്നില്ല, അത് തന്നെ ഭാഗ്യം. എടാ കണ്ണാ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്നോടിപ്പോഴും മാർക്കോയ്ക്ക് വലിയ വെറുപ്പൊന്നുമില്ലല്ലോ? എടാ, മഹാലക്ഷ്മി എന്നെ വഞ്ചിച്ച ശേഷം ഞാൻ അവനെയൊന്നും വിളിച്ചിട്ടില്ല. എന്നാ വിളിക്കണം. ഇപ്പോഴല്ല, ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കാറായിട്ട്. എന്നിട്ട് സ്നേഹത്തോടെ അവനെവിടെയെങ്കിലും വിളിച്ചു നിർത്തണം. എന്നിട്ട് ആ സമയത്ത് മറഞ്ഞു നിന്ന് അവനെ ഞാൻ വെടിവെച്ച് വീഴ്ത്തിക്കോളാം. അങ്ങനെ അവനെ കൊല്ലാൻ പറ്റൂ. അത് നല്ല ഐഡിയ. അതിനുള്ള സാഹചര്യം ഞാനൊരുക്കി തരാടാ. നീ ധൈര്യമായിട്ടിരിക്കും. ശരി കണ്ണാ. കുറച്ച് പൈസ എന്റെ അക്കൗണ്ടിലേക്ക് ഇടുവോ? ഓ, അതിനെന്താ, ഇപ്പൊ തന്നെ ഇട്ടേക്കാം. നീയോ? നീ എന്താ ചെയ്യുന്നേ? കണ്ണേട്ടന്റെ ചുമലില് ഞാനൊന്ന് മസാജ് ചെയ്യാന്ന് വിചാരിച്ചു. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അതെന്താ അങ്ങനെ? എന്റെ ചുമലാകെ വേദനയാ. എന്നാ പിന്നെ ഉറപ്പായി മസാജ് ചെയ്യണം. അത് ശരിയാവില്ല സ്വാതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ചിലപ്പോ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഇനി തോമസ് സാറിന്റെ വീട്ടിൽ പോകുമ്പോ അദ്ദേഹത്തെ കൊണ്ടൊന്ന് തടവിക്കണം. അദ്ദേഹം അങ്ങനെ തന്നെയാ പറഞ്ഞേ. കാലിനോ കൈക്കോ എന്തെങ്കിലും വേദന തോന്നിയാലും കുഴമ്പട്ടൊന്നും തടവരുതെന്ന്. അതുകൊണ്ടൊന്നും വേണ്ട. എന്നാ ശരി. അല്ല, മേഘേട്ടന്റെ കാര്യമൊക്കെ അറിഞ്ഞായിരുന്നല്ലോ കണ്ണേട്ടാ? ഇപ്പഴാ അറിഞ്ഞേ. നിങ്ങൾ നേരത്തെ അറിഞ്ഞായിരുന്നോ? ഞങ്ങൾ ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ അവനെ ഞാൻ വിളിച്ചേ. എന്ത് ചെയ്യാനാ കണ്ണേട്ടാ? അവളെ എന്നേക്കുമായി കണ്ണേട്ടൻ ഇന്ന് വേർപിരിക്കാനാ മേഘേട്ടൻ നോക്കിയത്. അവിടെയും ദൈവം മുഖം തിരിഞ്ഞ് നിന്ന് കളഞ്ഞു. ദൈവം മാത്രമല്ലടി,
ഞാൻ മുഖം തിരിഞ്ഞ് തന്നെയാ നിൽക്കുന്നേ. കണ്ണേട്ടന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഏയ് ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല. ഞാനേ നല്ല ഏലക്കായൊക്കെ ഇട്ട് ഒരു മസാല ചായ കൊണ്ടുവരാം. ആർക്ക് കൊടുക്കാനേ ഇതൊക്കെ വറുത്തു കോരുന്നെന്നായിരിക്കും നീ ഇപ്പൊ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാനൊന്നുമില്ലല്ലോ. കരുണമോള് വിളിച്ചു പറഞ്ഞു കാണും അവൾക്ക് മുത്തശ്ശി ഉണ്ടാക്കുന്ന പലഹാരം കഴിക്കണോന്ന്. അതിപ്പോ നീ പറഞ്ഞില്ലെങ്കിൽ എന്റെ മോൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഇതേ എന്റെ മോൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, മോന് കൊടുക്കാൻ കൂടിയ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ മരുമകനല്ല, കണ്ണം മോന്. നീ കുറെ പലഹാരങ്ങൾ നിന്റെ മോൾക്കും കണ്ണനും ഒക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നല്ലോ. ഇനി നീ ഉണ്ടാക്കുന്നതൊന്നും അവന് ആവശ്യമില്ല. നീ ഇനി എന്തുകൊണ്ട് കൊടുത്താലും അവനത് കഴിക്കാനും പോകുന്നില്ല. നിന്റെ മോളെ അവൻ കളഞ്ഞതോടെ ഞങ്ങൾക്ക് അവനോടുള്ള സ്നേഹം കൂടി. ആ സ്നേഹപ്രകടനമാണ് ദേ ഈ രീതിയിലൊക്കെ കാണിക്കാൻ പോകുന്നത്. അവിടെ ചെന്ന് ഇതൊക്കെ കൊടുത്തിട്ട് കണ്ണന്റെ രക്തം തിളപ്പിക്കാനായിരിക്കും പോകുന്നത്. അതിനെന്താ സംശയം? അപ്പോഴേക്കും മനസ്സിലാക്കി കളഞ്ഞ് അതിന് തന്നെയാ പോന്നെ. ഡേ അതിന് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോടി? അവനെ ഇനി ഒരിക്കലും നിന്റെ മോളെ തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ തിരിച്ചു വിളിക്കത്തില്ലല്ലോ അമ്മേ. അന്യന്റെ കുഞ്ഞിനെ വളർത്താൻ ലോകത്ത് ഒരു ആണുങ്ങളും ആഗ്രഹിക്കത്തില്ല. അങ്ങനെ ഒരു തെറ്റ് പറ്റിയത് എനിക്ക് മാത്രമാ. കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ഇവക്കുണ്ടായിരുന്നല്ലോ ആ ജാതക ദോഷമുള്ളവള്. അവളെ മൂത്ത മകളായിട്ട് വളർത്തിയതാ എനിക്ക് പറ്റിയ തെറ്റ്. വളർത്തിയ കാര്യമൊന്നും പറയണ്ട. അവളീ വീട്ടിലുള്ളപ്പോ നിങ്ങൾക്കവള് മകളൊന്നും ആയിരുന്നില്ല, വെറും വീട്ടു ജോലിക്കാരി മാത്രമായിരുന്നു. എന്നാലും 3 നേരം വെട്ടി വിഴുങ്ങാൻ അവൾക്ക് ഇവൻ കൊടുത്തായിരുന്നല്ലോ. അല്ലലില്ലാതെ നീയും അവളും അത് കഴിച്ചായിരുന്നല്ലോ. ഇങ്ങോട്ട് മാറി നിൽക്കണേ. അമ്മേ നല്ലോണം മൂത്തല്ലോ. എല്ലാം റെഡിയായോ? എല്ലാം റെഡിയായി. എന്റെ മോനെ കണ്ണന് മാത്രം കൊടുത്താ പോരല്ലോ. അവിടേക്ക് പോകുമ്പോഴേ നമ്മുടെ മോൾക്ക് ഉണ്ണിക്കുട്ടിനും ഒക്കെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഇന്ന് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണന് കൊടുക്കേണ്ട പലഹാരമാ. അവനാകെ തേഞ്ഞൊട്ടി നിൽക്കുകയമ്മേ. ഇനി നമ്മൾ പോയി സംസാരിച്ചിട്ട് വേണം അവനെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ. എന്താടി നീ അങ്ങോട്ടൊന്നും പോകുന്നില്ലേ? ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നത്? പറഞ്ഞതുപോലെ ഇവൾക്ക് 2 മക്കളാണെങ്കിലും ഇവൾ അംഗീകരിച്ച ഒരു മോളേ ഉള്ളൂ. അവൾ ആ വീട്ടിൽ നിന്ന് പോയി. പിന്നെ ആരെ കാണാൻ ഇവൾ അങ്ങോട്ട് പോകുന്നു? മോളെ അടുപ്പിലിരിക്കുന്നത് അത് മോന്തയ്ക്ക് വീഴാതെ ഒന്ന് പോകാൻ നോക്ക്. ഞാൻ റെഡിയാ. പെട്ടെന്ന് തന്നെ ഈ പലഹാരമൊക്കെ കവറിലാക്കിയിട്ട് നമുക്കങ്ങ് പോവാം. ആയിക്കോട്ടെ. സന്തോഷിക്കട്ടെ സന്തോഷിക്കട്ടെ. ഇങ്ങനെ എത്ര തവണ സന്തോഷിച്ചതാ. അതിന്റെയൊക്കെ അവസാനം അമ്മയും മോനും മാറിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെയാ. എന്തോടെ ആലോചിക്കുന്നത്? എങ്ങനെ മോളെയും മരുമോനെയും തമ്മിൽ ഒന്നിപ്പിക്കാന്നാണോ? എടി മറ്റെന്തു പ്രശ്നത്തിന്റെ പേരിലും അവര് പിരിഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ പ്രതിയെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ. അതിനി കണ്ണന്റെ ആണോ എന്ന് ദൈവം തമ്പുരാന് പോലും തെളിയിക്കാൻ പറ്റത്തില്ല. കാരണം കണ്ണന് അച്ഛനാകാനുള്ള കഴിവില്ല. അതുകൊണ്ട് അതിന് കഴിവുള്ളത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവനെ അവളെയും തമ്മിൽ യോജിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ?
അതിങ്ങനെ നിന്നോമേ. പിടിക്കടാ പിടിക്ക. ആഹാ, ഇത് ആരൊക്കെയായി വന്നിരിക്കുന്നേ? ഇവിടെ വിശേഷങ്ങളോട് വിശേഷങ്ങളല്ലേ, അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ? ആഹാ മോളെ, ആ ദേ മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെത്തി. അയ്യോ എന്റെ തങ്കം കൊടമേ. എടാ പ്രതാപ നോക്കടാ. അയ്യോ നമ്മുടെ മോളും മനസ്സ് നിറഞ്ഞു പുഞ്ചിരിക്കുന്നത് നോക്കടാ. വാ എടാ ഇങ്ങോട്ട് നോക്കടാ. എന്റെ ദുർഗ കുറച്ചു ദിവസമായിട്ടേ മുഖം വീർപ്പിച്ച് പിടിച്ചോണ്ടാ വീട്ടിൽ കൂടെ നടന്നിരുന്നേ. അയ്യോ, എന്തൊക്കെ രീതിയിൽ സന്തോഷിപ്പിക്കാൻ നോക്കിയാലും മോളുടെ മുഖത്ത് ഒരു തെളിച്ചവും ഇല്ലായിരുന്നു. കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ പിരിഞ്ഞു നിറഞ്ഞതോടെ മോക്കൊരു പുതിയ ജീവിതം കിട്ടിയതുപോലെ. അല്ല ഞങ്ങൾക്കും അങ്ങനെ തന്നെ. അല്ല, വലിയ 2 കവറൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കവറിൽ പലഹാരം ആയിരിക്കുമല്ലോ. പിന്നല്ലാതെ ഒരു കവറില് മോൾക്കുള്ള പലഹാരം, പിന്നെ മറ്റേ കവറില് എല്ലാം നഷ്ടപ്പെട്ട് കരച്ചിലടക്കി മുറിക്കകത്തിരിക്കുന്ന കണ്ണന് കൊടുക്കാനുള്ള പലഹാരം. എവിടെ ഒരുത്തിയുടെ വഞ്ചന കാരണം എല്ലാം നഷ്ടപ്പെട്ട കണ്ണൻ കുഞ്ഞെവിടെ? അയ്യോ, ഭാര്യ ദൈവങ്ങൾക്കും മുകളിലാണെന്നും പറഞ്ഞ് നടന്ന് അണ്ണാൻ കുഞ്ഞും മുകളിലുണ്ട്. ദുർഗേ, ഞങ്ങൾ അവനെ ഒന്ന് കാണാനും അവനെ ആശ്വസിപ്പിച്ചിട്ട് അവന്റെ മനസ്സിൽ തീ കോരി ഇടാനും കൂടി വേണ്ടിട്ടാ വന്നേ. ആ അതെ അതെ, എന്റെ ദുർഗെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അവളും അവനും കൂടെ വിരുന്നിന് എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ നല്ല ഭാഷയിൽ അവനോട് പറഞ്ഞതാ, അവളെ സ്നേഹിക്കുന്നതും മൂർഖം പാമ്പിനെ സ്നേഹിക്കുന്നതും ഒരുപോലെയാണെന്ന്. എന്നിട്ടിപ്പോ കൊത്ത് കിട്ടിയില്ലേ? ആ അതെ അതെ. ആ ഈ പാമ്പ് കടിക്കുന്നതേ കാലിലെ ഞരമ്പിലൊക്കെ ആയിരിക്കും. ഇത് ചക്കിനിട്ട് തന്നെ കുത്തിയില്ലേ? അത്രയ്ക്കായിരുന്നു 2ന്റെ അഹങ്കാരം. ഇനി 2 പറയരുത് മോളെ, അവളുടെ അഹങ്കാരം എന്നേ പറയാവൂ. കണ്ണനെ ഇനി നമ്മൾ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടു നടക്കണം. അവന്റെ കയ്യിലുള്ളതൊക്കെ നമ്മുടെ കയ്യിലാവുന്നത് വരെ. അതെ മോളെ, ഇങ്ങോട്ട് വന്നേ. ഇവിടെയാണ് മോളും ഉണ്ണിയൊക്കെ മിടുക്ക് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ കണ്ണന്റെ മടിയിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ കുഞ്ഞിനോട് പറയണം, കണ്ണൻ കുഞ്ഞിന്റെ വലിയച്ഛനല്ല, അച്ഛനാന്ന് പറയണം. അങ്ങനെ ആ കുഞ്ഞിനെ സ്നേഹിച്ച് അവസാനം അവൻ എന്തൊക്കെ സ്വന്തമായിട്ടുണ്ടോ അതൊക്കെ അവൻ നിങ്ങൾക്ക് ദാനമായി തന്നിട്ട് പോണം. ദേ അമ്മേ, അവൻ ഇനി പിടിവിട്ട് അവളുടെ പിന്നാലെ പോകാതിരിക്കാൻ ഞങ്ങൾ ഇവളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. അത് ഞാൻ അറിഞ്ഞു. ഈ വാമദേവൻ കിടപ്പിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. മോളെ കൊച്ചേ, ദേ മുറുകെ പിടിച്ചോണം, വട്ടം പിടിച്ചോണം. അവൻ വഴുതി പോകാനുള്ള സാധ്യതയുണ്ട്, വരാലിനെ പോലെ. അതുകൊണ്ട് അവന്റെ മനസ്സിൽ കയറി കൊളുത്തി പിടിച്ചോണം. ഇടതുകാലിനൊപ്പം അവന്റെ വലതുകാലും അനങ്ങി തുടങ്ങി. അത് കേട്ടപ്പോഴേ ആദ്യമൊക്കെ എനിക്കും അമ്മയ്ക്കും മോക്കും ഒക്കെ അതൊരു ഞെട്ടലായിരുന്നു. എന്നാലേ ഇനി അതിന്റെ ആവശ്യമില്ല. ഇടതും വലതും അനങ്ങിയവൻ നാളെ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു കല്യാണത്തെ പറ്റി പിന്നെ മോള് ചിന്തിക്കട്ടെ. കണ്ണന്റെ ഭാര്യയായിട്ട് പിന്നെ മഹാറാണിയെ പോലെ മോൾക്ക് ഇവിടെ ജീവിക്കാം, എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചോണ്ട്. അതെ, വാമേട്ടൻ ഒരുപാട് മോഹിച്ചതാ കണ്ണന്റെ സ്വത്തുക്കള്. അതിനേക്കാളും ആഗ്രഹിച്ചതാ മേഘനും. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കാൻ ദൈവം കൊണ്ടു തന്ന അവസരം ഇത്. ഈ അവസരത്തെ നമ്മൾ നന്നായിട്ട് മുതലാക്കണം മോളെ. എന്തായാലും മോൾക്കിപ്പ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്.
കണ്ണൻ വീട്ടിനകത്തുള്ളപ്പോ അവന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ട്. ആ, ഇനി ഒരു കാരണവശാലും കണ്ണൻ മഹാലക്ഷ്മിയെ പറ്റി ഓർക്കാനോ അവളുടെ പിന്നാലെ പോകാനോ പാടില്ല. ആ അവളെ അവൻ മറക്കാനുള്ള മരുന്നാ ശരിക്കും പറഞ്ഞ അവന്റെ മുറപ്പെണ്ണായ മോള്. ഇതൊക്കെ ഏത് നേരവും ഞങ്ങൾ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ അതെ, ഒരിക്കൽ മനഃപൂർവ്വം മോള് കൈവിട്ട മുതലാണ് കണ്ണൻ. ഇനി അത് കൈമോശം വരരുതെന്ന് മോളും ആഗ്രഹിക്കുന്നുണ്ട്.